എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമുക്കിവിടെ നോക്കാം. വെറും 2 ടൂൾസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയർ പ്രോ CS6 ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ട്രയൽ വേർഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ 30 days എങ്ങാണ്ടുണ്ട് ട്രയൽ പീരീഡ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ക്രാക്ക്ഡ് വേർഷൻസ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പ്രീമിയർ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ പ്രീമിയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നെയിം ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ നെയിം കൊടുത്തു. അതിനുശേഷം വരുന്ന വിൻഡോ നമ്മൾ ഒന്നുമില്ലാണ്ട് ഓക്കെ കൊടുത്ത് വിടുകയാണ്. കാരണം അതിനകത്ത് നമുക്ക് പിന്നീട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ പ്രൊജക്റ്റ് ടാബ് എടുത്തു. പ്രൊജക്റ്റ് ടാബ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ഫയൽസ് അതിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കൂടി അതിലേക്ക് വലിച്ചിടുക. അതിനുശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ആ ടൈം ലൈനിലേക്ക് ഇടുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, ചേഞ്ച് സീക്വൻസ് എന്നുള്ള ആ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പ്രിവ്യൂ നോക്കാം. പിന്നെ നമ്മൾ 2 ടൂളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സെലക്ഷൻ ടൂള്, ഒന്ന് റേസർ ടൂള്. അതായത് വിയും സിയും ഈ 2 ടൂൾസ് മാത്രമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേസർ ടൂൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എവിടെയാണോ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റ് പൊസിഷൻ വന്നു കഴിയുമ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ഷൻ ടൂൾ വെച്ചിട്ട് അത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഡിലീറ്റ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ആകും. പിന്നെ ആ ബ്ലാങ്ക് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ അത്രയും ഭാഗം ഡിലീറ്റ് ആയി പോകും. ആ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് അപ്പോൾ ഫസ്റ്റ് ഭാഗം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അവസാന ഭാഗം കുറച്ച് ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. സെയിം കട്ടിങ് ടൂൾ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, സെലക്ഷൻ ടൂൾ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് അടിക്കുന്നു. നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത ഉദ്ദേശിച്ച ഭാഗം തന്നെ അല്ലേ കറക്റ്റ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിട്ട് അവിടേക്ക് ഇടുന്നു, നമ്മൾ ടൈം ലൈനിൽ ഇടുന്നു. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ടിങ് ടൂൾ എടുക്കുന്നു. നമ്മൾ ആ കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് പ്ലേ ചെയ്തൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യുന്നു. പ്ലേ ചെയ്യാൻ ഓർക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പേസ് അടിച്ചാൽ മതി. സ്പേസ് അടിച്ചാൽ അത് പ്ലേ ആവും. കട്ട് ചെയ്യുന്നു. നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് ആ വീഡിയോൻ്റെ നടുക്കുള്ള ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതായത് നമ്മൾ ആവശ്യമുള്ള അവിടുന്ന് കട്ട് ചെയ്തു. അതിന് കഴിഞ്ഞിട്ട് അവസാനം എവിടെ വരെയാണ് വേണ്ടാത്തതെന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്തു. നമുക്ക് അടുത്ത വീഡിയോ ഡ്രാഗ് ചെയ്തിടാം ഇതിലേക്ക്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ടിങ് ടൂൾ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കുന്നു, ബാക്കി ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ. ഇനി നമ്മൾ അതിലേക്ക് പോകുന്നത് നമുക്ക് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാനാണ്. അതായത് കട്ട് ചെയ്ത കട്ടിങ് പൊസിഷൻസിൽ ട്രാൻസിഷൻ എന്ന് പറയും നമ്മൾ സാധാരണ ഗതിയിൽ. എഫക്ട്സ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വീഡിയോ ട്രാൻസിഷൻ ഉണ്ട്. അതിനകത്ത് ഡിസോൾവ് എന്ന സെക്ഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കുറച്ച് ടൂൾസാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ താഴെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന പോലെ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്താൽ ഇത് സൂം ഔട്ട് എന്നുള്ള ഓപ്ഷനാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കുറച്ചുകൂടി സൂം ചെയ്തിട്ടൊക്കെ ഈ എഫക്ട്സും ട്രാൻസിഷനും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു എഫക്ട്സ് ആഡ് ചെയ്തു. ജസ്റ്റ് ആ ഡിസോൾവ് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ കട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ ഇടുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റക്ക് പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് റെൻഡർ ചെയ്താൽ മതി. റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെൻഡർ ആവും. അത് പ്രിവ്യൂ റെൻഡറാണ്. ഔട്ട് എടുക്കുന്നതിന് നമുക്ക് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും രണ്ടും കൂടി ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഡിസോൾവ് കൊടുത്തുകൊണ്ട് രണ്ട് വീഡിയോസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ജമ്പോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ. അപ്പോൾ ഇതിനകത്ത് കുറേ എഫക്ട്സ് ഉണ്ട് വേറെ രീതിയിലും. ഇതിപ്പം ഡിപ് ടു ബ്ലാക്ക് എന്നൊരു എഫക്ട്സാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. അതായത് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്കിലേക്ക് പോവുക, ഇത്ര തന്നെ. ഇനി നമുക്കിതിലേക്ക്
ഓഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ വലിച്ച് ആ ടൈം ലൈനിലേക്ക് ഇട്ടാൽ മതി. ടൈം ലൈനിലേക്ക് ഇടുന്നു. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ മൂവ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ചെയ്യാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു ആരോ കീ ഉണ്ടാവും, ഒരു പോയിൻ്റർ. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് വേവ് ഫോമിൽ കിട്ടും കറക്റ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കട്ട് ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ വീഡിയോവിൻ്റെ തന്നെ ഒരു ഓഡിയോ ഫയൽ ഉണ്ടാവും, വീഡിയോൻ്റെ ഡിഫോൾട്ട് ഓഡിയോ. ചിലപ്പോൾ അതിൽ സംസാരിക്കുന്നതോ പുറത്തുള്ള നോയ്സോ ഒക്കെ ആയിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ മാത്രം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോയും കൂടി വെക്കണമെങ്കിൽ വെക്കാം, അതിൻ്റെ കൂടെ ഇത് കൊടുക്കാം. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പം സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമേ, എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിംഗ് ടൂൾ എടുക്കുന്നു. ഓഡിയോയുടെ ആവശ്യമില്ലാത്ത, അതായത് സ്റ്റാർട്ടിങ് കുറച്ച് റിമൂവ് ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുന്നു, കറക്റ്റാണോ നോക്കുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചുള്ള കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എൻഡിലെത്തി നമുക്ക് അവിടെ കൊണ്ടത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കേട്ട് നോക്കിയിട്ട് എവിടെ കട്ട് ചെയ്യാം, എവിടെ നിന്ന് വേണം എന്നൊക്കെയുള്ള നോക്കിയിട്ട് നമ്മൾ സെയിം കട്ടിംഗ് ടൂൾ എടുക്കുന്നു, അവിടെ കട്ട് ചെയ്യുന്നു. ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇതിൽ നമുക്ക് വീഡിയോയ്ക്ക് ട്രാൻസ്ലേഷൻ കൊടുത്ത പോലെ തന്നെ ഓഡിയോയ്ക്ക് നമുക്ക് എഫക്റ്റ് കൊടുക്കാം. ഓഡിയോ ട്രാൻസ്ലേഷനിൽ നമുക്ക് ക്രോസ് ഫെയ്ഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ വന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഓഡിയോ ഫെയ്ഡായിട്ട് പോയിക്കോളും. അതായത് ഫെയ്ഡായിട്ട് അങ്ങ് എൻഡ് ചെയ്യും. അല്ലെങ്കിൽ അത് ജമ്പ് പോലെ ടിക് ഇത് കട്ട് ചെയ്ത് പോകുന്നതിനൊക്കെ നല്ലത് ഫെയ്ഡായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾ ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുക. ജസ്റ്റ് നമ്മളൊരു മെയിനായിട്ടുള്ള സംഭവമാണ് ഒരു ടൈറ്റിൽ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലും അല്ലെങ്കിൽ ഇടയ്ക്കും ഒക്കെ ഡിസ്ക്രിപ്ഷനായിട്ടോ ഒക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. ഇവിടെ സെലക്ഷൻ ടൂൾ ഉണ്ട്. സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പൊസിഷനൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അത് നമ്മൾ നേരെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്ന ആ ടാബിലേക്ക് തന്നെ വരും. അവിടെ നമ്മൾ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് മേലത്തെ ലെയറിലായിട്ട് ഇടുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യാണ്. പ്രിവ്യൂ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആ പ്രിവ്യൂ കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കട്ടിംഗ് ടൂൾ എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള എത്രയും ഭാഗം, എത്ര നേരം ആ ടെക്സ്റ്റ് കാണണം അത് സെലക്ട് അത്രയും വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റിന് ഞാനൊരു എഫക്റ്റ് കൊടുക്കുകയാണ്, ഫെയ്ഡായിട്ട് എൻഡ് ചെയ്യുന്ന മാതിരി. അപ്പോൾ സെയിം ഡിസോൾവ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എഫക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ടൈറ്റിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നു. പുതിയത് നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈറ്റിൽ ന്യൂ ടൈറ്റിൽ അടിക്കുന്നു. അത് ഞാൻ ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം. അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. കളർ മാറ്റണമെങ്കിൽ നമ്മൾ ഈ വൈറ്റ് സ്പോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റിന് പകരം വേറെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ടൈറ്റിൽ എടുക്കുന്നു, ഡ്രാഗ് ചെയ്തിടുന്നു. ലാസ്റ്റ് താങ്ക് യു, അതായത് ഡാർക്കിലേക്ക് വന്ന ശേഷം താങ്ക് യു എന്ന് വരും. നമുക്കവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് പേജോ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡിസോൾവ് ഇടുകയാണ് അവിടെ. അപ്പോൾ അതും താങ്ക് യു കഴിഞ്ഞിട്ട് ഫെയ്ഡായിട്ട് പോവാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാമെന്നാണ്, അതായത് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് വന്നു, അതിൽ മീഡിയ എന്നുള്ള ഓപ്ഷൻ എടുത്തു. അത് നമുക്ക് Ctrl+M പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇതിൽ നമ്മൾ വേറെ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കുന്നു. അതിനുവേണ്ടി നമ്മൾ മാച്ച് സീക്വൻസ് സെറ്റിങ്സ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സീക്വൻസിന് നെയിം ക്ലിക്ക് ചെയ്ത ശേഷം റീനെയിം ചെയ്യാൻ പോകണം. നമ്മൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ഒരു പേരിടുന്നു, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. സീക്വൻസ് സെറ്റിങ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്.
റെൻഡർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ വീഡിയോൻ്റെ ടൈം അനുസരിച്ച് എത്ര നേരം ഉണ്ടെന്നനുസരിച്ച് കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അതൊക്കെ അതിനനുസരിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഫയൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഇത്ര നേരം സേവ് ചെയ്തില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യേണ്ടതാണ്. ഇത് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്യാത്തത്. ഇനി നമുക്ക് ആ ഔട്ട്പുട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.